നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ 5ാമത്തെ മത്സരം ടീം ഇന്ത്യ ഗംഭീരമായി തന്നെ വിജയിച്ചു. അങ്ങനെ പരമ്പര 4-1 സ്വന്തമാക്കി. എന്നാൽ ഈ പരമ്പരയിൽ കിട്ടിയ അവസരങ്ങളൊന്നും മുതലാക്കാനാവാതെ നിരാശപ്പെടുത്തിയ കളിക്കാരനാണ് സഞ്ജു സാംസൺ. ഇപ്പം ഇന്ന് ടോസിൻ്റെ സമയത്ത് ടീം ഇന്ത്യ കൈമാറിയ ടീം ഷീറ്റിൽ വിക്കറ്റ് കീപ്പർ, ഇന്ത്യയുടെ ഡെസിഗ്നേറ്റഡ് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ആണ്. പക്ഷേ ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞ് ഇന്ത്യ ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇഷാൻ കിഷനാണ് വിക്കറ്റ് കീപ്പറായിട്ട് ഇറങ്ങുന്നത്. കളിയിൽ ഇഷാൻ കിഷൻ കീപ്പ് ചെയ്തു, സഞ്ജു സാംസൺ ഫീൽഡറായിട്ട് നിന്നു. അപ്പോൾ ഇത് കൃത്യമായൊരു സൂചനയാണ് എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. പല പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളും ആ രൂപത്തിൽ തന്നെ ഇതിനെ കാണുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഇറ്റ്സ് എൻ ഹിൻഡ് ടു വേൾഡ് കപ്പ് എന്നാണ്. വേൾഡ് കപ്പിലേക്കുള്ളൊരു സൂചനയാണ്. സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ രണ്ടിലൊരു വിക്കറ്റ് കീപ്പറെ കളിപ്പിക്കാൻ പറ്റൂ എന്ന് വരുമ്പോൾ അതെങ്ങനെയാണ്? അതായത് തിലക് വർമ്മ പരിക്ക് മാറി തിരികെ എത്തുമ്പോൾ ഡെഫിനറ്റ്ലി അദ്ദേഹം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും. സോ രണ്ടിലൊരു വിക്കറ്റ് കീപ്പറെ, സഞ്ജുവിനെയോ ഇഷാൻ കിഷനെയോ ഒരാളെ മാറ്റിയിട്ടാണ് തിലകിനെ പിന്നെ പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പോഴേ ടീം കോമ്പിനേഷൻ കൃത്യമായി കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഓപ്പണിങ്ങിൽ വേണമെന്നുള്ളതാണ് മറ്റൊരു വാദം വരാനുള്ള സാധ്യത. അതിപ്പോൾ സഞ്ജു തുടക്കത്തിൽ ഔട്ടായിട്ട് പിന്നാലെ വരുന്ന ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും തന്നെയല്ലേ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മറുചോദ്യവും വരും. അപ്പോൾ സഞ്ജു ഓർ ഇഷാൻ കിഷൻ എന്ന ചോദ്യം വരുമ്പോൾ ഇപ്പോഴത്തെ ഫോമിൽ ഇഷാൻ കിഷനെ മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു കളിയാണ് അവൻ കളിക്കുന്നതല്ലേ. അപ്പോൾ ഇത് കൃത്യമായൊരു സൂചനയാണെന്ന് ക്രിക്കറ്റ് പോർട്ടലുകൾ നിരീക്ഷിക്കുന്നത് വളരെ കൃത്യമാണ്. സഞ്ജു സാംസണിന് ഒരു പക്ഷേ വേൾഡ് കപ്പിൽ ബെഞ്ചിലിരുത്തി ഇഷാൻ കിഷൻ ഇന്ത്യയുടെ നമ്പർ 1 വിക്കറ്റ് കീപ്പറായി ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന ഹിന്റ് തന്നെയാണിത്. പിന്നെ ഇനിയും പറയാം. അതായത് ഇനിയിപ്പോൾ വാമപ്പ് മത്സരങ്ങളുണ്ടല്ലോ, അത് നന്നായി കളിക്കാമല്ലോ, അപ്പോൾ വീണ്ടും പ്ലേയിങ് ലെവലിൽ ഇടം പിടിക്കാമല്ലോ എന്നൊക്കെ പറയാം. ശരിയാണ്, 5 കളികൾ കഴിഞ്ഞു. അതിലവസ്ഥ ഇതാണ്. വാമപ്പിലെങ്കിലും അദ്ദേഹം നന്നായി കളിക്കട്ടെ എന്ന് നമുക്കിപ്പോൾ ആശിക്കാനും ആഗ്രഹിക്കാനുമേ കഴിയുകയുള്ളൂ. ഏതായാലും ഇഷാൻ കിഷന് കൈയടിക്കണം, അത് വേറെ കാര്യം. എനിക്കറിയാലോ, അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തിയത് ഡിസിപ്ലിൻ ഇല്ല, മറ്റേതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയൊരു കാലം. അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുന്നു ഇന്ത്യൻ ടീമിൽ നിന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് സെൻട്രൽ കോൺട്രാക്റ്റ് തന്നെ നഷ്ടമാകുന്നു. അദ്ദേഹം പിന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ വരികയാണ്. രഞ്ജി ട്രോഫിയിൽ സെഞ്ചുറി അടിക്കുന്നു. ബുച്ചി ബാബു ടൂർണമെൻറ്റിൽ അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നു. SMATയിൽ 2 സെഞ്ചുറി അടിക്കുന്നു. SMAT ടൈറ്റിൽ ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ നേടുന്നു. T20 ടീമിലേക്ക് മടങ്ങിയെത്തുന്നു. 32 പന്തുകളിൽ 76 റൺസ് നമ്മൾ കണ്ടു. പിന്നെ POTM സ്വന്തമാക്കുന്നത് കണ്ടു. ഇപ്പോഴിതാ അദ്ദേഹം ഈ സീരീസിൽ സെഞ്ചുറിയും അടിച്ചിരിക്കുന്നു. ഇഷാൻ കിഷനെ ഒന്നും പുറത്തിരുത്താൻ പറ്റില്ലടോ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ്.